ബീഹാറിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ രാജസ്ഥാനിലുള്ള ആൾക്കാർ, ജയ്സൽമീറിലുള്ള ആൾക്കാർ, നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഫാമിലി വന്ന് വിനീഷ് ദൃശ്യം 3 കമ്മിങ് എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചു ഏതാ കണ്ടെന്ന് ചോദിച്ചാൽ അവരെല്ലാം മലയാളം കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ആൾ ഞാൻ 5, 6, 7 സിനിമ ചെയ്തു. പിന്നെ 2-3 സിനിമ OTTക്ക് വേണ്ടി ചെയ്തത് നമ്മൾ തിയേറ്റർ റിലീസ് ചെയ്തു. അതൊക്കെ അത് മോശമായിപ്പോയി. ദൃശ്യം 2ന്റെ റിലീസ് OTTയിലായ സമയത്ത് അതിന് 2 രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന്, ദൃശ്യം 2 തിയേറ്ററിലായിരുന്നെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വലിയ കളക്ഷനിൽ നേടാവുന്ന ഒരു ചിത്രമായിരുന്നു എന്ന് അത് വളരെ ഉറപ്പാണ്. നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരുന്നു. അപ്പം അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സൈഡുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ തന്നെ അത് OTTയിൽ ഇറങ്ങിയത് കൊണ്ട് ഈ ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പ് ഭയങ്കര ഫേമസ് ആവും. ഇന്ത്യക്ക് പുറത്തൊക്കെ പലപ്പോഴും ദൃശ്യം ആദ്യം വന്നത് ഹിന്ദിയിലാണെന്ന് വരെ ചിലരൊക്കെ കരുതുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ OTTയിൽ ദൃശ്യം 2 വന്നതോടുകൂടി ദൃശ്യം മലയാളത്തിലാണ് ഫസ്റ്റ് വന്നതെന്ന് കുറേ കൂടെ ഒരു പോപ്പുലർ, ലൈക്ക് മൂവി ബഫ്സിനൊക്കെ നേരത്തെ അറിയായിരുന്നു, കുറച്ചും കൂടെ പോപ്പുലർ സെൻസിൽ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളൊരു കാര്യം നടന്നു. അപ്പോൾ ഈ ദൃശ്യം 2ന്റെ OTT റിലീസിനെ നിങ്ങൾ 3 പേരും എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ ഒരു ലാർജർ എക്സ്പീരിയൻസ് ആണോ അല്ലെങ്കിൽ തിയേറ്റർ മിസ്സായി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്? നമ്മൾ ആ സിനിമ, ദൃശ്യം എന്നൊരു സിനിമ അറിയപ്പെടാനോ അല്ലെങ്കിൽ മലയാള സിനിമ അറിയപ്പെടാനോ സഹായിച്ച ഒരു ഘടകമാണത്. യെസ്. അപ്പോൾ അങ്ങനൊരു ഇപ്പോൾ കോവിഡ് വന്നു, പിന്നെ OTTയിൽ അത് സിനിമ വന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്രയും അറിയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം ഞാനൊക്കെ പുറത്തൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ബീഹാറിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ രാജസ്ഥാനിലുള്ള ആൾക്കാർ, ജയ്സൽമീറിലുള്ള ആൾക്കാർ, നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഫാമിലി വന്ന് വിനീഷ് ദൃശ്യം 3 കമ്മിങ് എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചു ഏതാ കണ്ടെന്ന് ചോദിച്ചാൽ അവരെല്ലാം മലയാളം കാണാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾ മലയാളം കണ്ടു, നമ്മൾ ഹിന്ദി അല്ല അത് കാണും, പക്ഷേ വി വാണ്ട് ടു വാച്ച് മലയാളം. അപ്പോൾ അത് ഒറിജിനൽ സിനിമ കാണുന്ന ഒരുപാട് പേരുണ്ട്, സബ് ടൈറ്റിൽ കാണും. അപ്പോൾ അത് അതിനെ ഭയങ്കരമായി സഹായിച്ചു. അത് നമ്മൾ മനഃപൂർവ്വം എടുത്തൊരു ഡിസിഷനല്ല. അപ്പോൾ കോവിഡ് വന്നു, ഞങ്ങൾക്കപ്പോൾ സിനിമ ചെയ്യാതിരിക്കാം, പക്ഷേ നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഫാമിലി ഉണ്ട്, അവർക്ക് ജോലിയില്ല. ആ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ആൾ ഞാൻ 5, 6, 7 സിനിമ ചെയ്തു. പിന്നെ 2-3 സിനിമ OTTക്ക് വേണ്ടി ചെയ്തത് നമ്മൾ തിയേറ്റർ റിലീസ് ചെയ്തു. അതൊക്കെ അത് മോശമായിപ്പോയി. അല്ല, അതിപ്പോൾ ഒരു 100% ദൃശ്യം എന്നുള്ള സിനിമ OTTയിൽ വന്നതിൽ ഒരുപാട് ഗുണങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായി. അത് തിയേറ്റർ കളക്ഷനേക്കാളും കൂടുതൽ കേരളം അല്ലെങ്കിൽ മലയാള സിനിമയെ പുറം ലോകത്തേക്ക് എത്തിച്ചൊരു സിനിമ എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാം.